വെച്ചിട്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ? അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ മാത്രമല്ല നമുക്ക് രക്തക്കുറവൊക്കെ ഉണ്ടാവുക, ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ നമുക്ക് കുറവായിട്ട് ശരീരത്തിനുണ്ടെങ്കിൽ വിളർച്ച, ക്ഷീണം അതൊക്കെ മാറി നല്ല ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ നികത്താനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ റാഗി ഞാൻ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം. റാഗി ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉണക്കി നമ്മൾ തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. കടകളിൽ നിന്ന് വാങ്ങുന്നത് റാഗി അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ചിലത് കഴുകി വൃത്തിയാക്കി ഉണക്കാതെയൊക്കെ പൊടിക്കണതായിരിക്കും. അപ്പോൾ കഴിയുന്നത് നമ്മൾ തന്നെ വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇല്ല എങ്കിൽ റാഗി ഇതുപോലെ വാങ്ങിയിട്ട് നമ്മൾക്ക് ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉമിയൊക്കെ നമ്മൾക്ക് കളഞ്ഞെടുക്കാം. ചെറുധാന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റാഗിയാണ്. ഇതിലാണെങ്കിൽ കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇരുമ്പ് സത്തും പിന്നെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറഞ്ഞവർക്കൊക്കെ ഈ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമാണ് റാഗി. അപ്പോൾ കഴിയുന്നതും എല്ലാവരും റാഗി ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. 1 സ്പൂൺ പൊടിയെടുത്താലും മതി. നമ്മൾക്ക് റാഗി ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഉമിയുള്ള ബാക്കി ഉമി കൂടെ നമുക്ക് കളഞ്ഞു കിട്ടും. പിന്നെ നമ്മൾക്ക് അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് പാലാണല്ലോ. അപ്പോൾ കട്ടയൊന്നും പിടിക്കില്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ട് കുറുക്കിയെടുക്കുന്ന ആ കളറായിരിക്കില്ല കേട്ടോ. ഇതിന് റാഗിക്ക് നല്ലൊരു മെറൂൺ കളർ മാതിരി ഉണ്ടാവും. ഇത് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. റാഗി പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മളുടെ റാഗി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. റാഗിക്ക് കൂടുതൽ വേവുണ്ട്. അപ്പോൾ വെന്ത് കിട്ടിയിട്ടില്ല എങ്കിൽ റാഗി കഴിച്ചാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ വേവിച്ചെടുക്കണം റാഗി. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് അത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം. ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇവിടേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ഇളം ചൂട് പാല് ഒഴിച്ച് ഒരു 5-6 ഈത്തപ്പഴ കുരുവൊക്കെ കളഞ്ഞിട്ട് കുതിരാൻ വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ പഴുത്ത ചെറുപഴമാണ്. ചെറുപഴ ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലപോലെ പഴുത്തതായിരിക്കണം, പുളി പാടില്ല. അപ്പോൾ ഒരു 4 ചെറുപഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഞാനൊരു 4-5 കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ലൊരു സ്മൂത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും പഞ്ചസാര ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഹെൽത്തി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ടേസ്റ്റിയും അതേപോലെ തന്നെ ഗുണകരവുമാണ്.